കേരളത്തിൽ പടർന്നു പിടിക്കുകയാണ് ലഹരി, നമുക്കറിയാം. അതിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന സമൂഹ നടത്തം ഇന്ന് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ഈ സംഭവം തുടരുകയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനി വരെയാണ് ഇപ്പോഴത്തെ യാത്ര. പ്രൗഡ് കേരളയുടെ 11ാമത് വാക്ക് എഗൻസ്റ്റ് ഡ്രഗ്സ് ആണ് പാലക്കാട് നടക്കുന്നത്. യാത്രയെ ജനങ്ങൾ ഏറ്റെടുത്തെന്നും കൂടുതൽ ഊർജ്ജത്തോടെ തുടരുമെന്നുമാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട്. ലഹരിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് എഗൻസ്റ്റ് ഡ്രഗ്സ് യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് പാലക്കാട് യാത്ര പുരോഗമിക്കുന്നത്. നമുക്ക് ശ്രീ രമേശ് ചെന്നിത്തലയോട് കൂടി തന്നെ ചോദിച്ചറിയാം. സാർ, വലിയ ജനപങ്കാളിത്തം തന്നെയാണ് പാലക്കാടുള്ളത്. പാലക്കാട് ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയാണ്. ഇതൊരു മഹാസംഭവമായി മാറുകയാണ്. ഇത് 11ാമത്തെ ജില്ലയിലാണ് ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നത്. ഇനി 3 ജില്ലകൾ ബാക്കിയാണുള്ളത്. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ലഹരിയാണ് ജീവിതം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇപ്പോ പാലക്കാടിന്റെ MP ആണ്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ഇത് എന്താ പറയാ, യുവാക്കൾക്ക് മാത്രമല്ല, മറിച്ച് ഈ പാലക്കാട്ടിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്ത ഒരു യാത്രയാണ്. MP എന്ന നിലയിൽ എന്താ പറയാ? ഇത് വലിയൊരു ജനമുന്നേറ്റമാണ്. സമൂഹം കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്തായി ഡ്രഗ്സ് മാറിയിരിക്കുകയാണ്. ഇവിടെ ജനങ്ങളെല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി, പ്രായ വ്യത്യാസമില്ലാതെ ലഹരിക്കെതിരായുള്ള ശക്തമായ പോരാട്ടം ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് തുടരും, ശക്തമായി മുന്നോട്ട് പോകും. എന്താണ് പറയാനുള്ളത്? വലിയ ആവേശമാണ്. പ്രത്യേകിച്ച് 11ാമത്തെ യാത്രയാണെങ്കിലും ഓരോ ജില്ല കഴിയുമ്പോഴും ഈ ജനപങ്കാളിത്തം കൂടി വരികയാണ്. ഈ അവസരത്തിൽ ലഹരിക്കെതിരെ, പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരിക്കെതിരായി കേരളീയ സമൂഹ മനസാക്ഷി ഉണർന്നിരിക്കുകയാണ്. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഈ വാക്കത്തോൺ എല്ലാ ജില്ലകളിലും നല്ല വിജയമാണ്. പാലക്കാട്ട് അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് ഈ പോരാട്ടത്തിന് പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. ഇത് ലഹരിയെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ, ഇന്ന് കാണുന്ന പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കാൻ വളരെ വലിയ പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന ഒരു വലിയ പദ്ധതിയാണ് ശ്രീ ചെന്നിത്തല ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. അതിന് ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും, മുഴുവൻ കേരളീയ സമൂഹത്തിന്റെയും വലിയ പിന്തുണയാണുള്ളത്. ഇപ്പോ എല്ലാ യാത്രയിലും, എല്ലാ പോരാട്ടത്തിലും സ്ത്രീകൾ മുന്നിലുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ യാത്രയിലും അതുണ്ട് തീർച്ചയായിട്ടും. അതെ, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം കാലത്ത് 6 മണിക്ക് ഈ യാത്രയിൽ വലിയ പിന്തുണ നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇന്ന് ക്യാമ്പസിന് പുറത്തും അതേപോലെ തന്നെ സ്കൂളിന് പുറത്തുമൊക്കെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ മാഫിയക്കെതിരെ ഒന്നടങ്കം ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശമാണ് രമേശ്ജിയുടെ ഈ യാത്രയുടെ ഒരു വിജയം. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടുണ്ട്. സത്യമായിട്ട് ഇപ്പൊ കോൺഗ്രസിനൊപ്പം കൂടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ കഴിഞ്ഞു. ഇത് ഇത്രയും ജനപങ്കാളിത്തത്തോടു കൂടി പാലക്കാട്ട് മുൻപ് വേറൊരു പരിപാടി നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. തീർച്ചയായിട്ടും ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആവശ്യമുണ്ട് സംസ്ഥാനത്ത്. അതിനാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പാലക്കാട്ടെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് ഒരു കൽപ്പാത്തി രഥോത്സവം പോലെ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറും. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഈ മയക്കുമരുന്ന് കൊണ്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങളുടെ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണെന്ന് പാലക്കാട് കാണുന്നത്. ഇതിപ്പോ ഒരു പാലക്കാടൻ കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ പോലെയാണ് ഇപ്പോൾ പാലക്കാട്ടിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം അത് പാലക്കാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്ര അത് പുരോഗമിക്കുകയാണ്. ഇനിയും കൂടുതൽ ഊർജ്ജത്തോടു കൂടി മറ്റ് ജില്ലകളിലേക്ക് കൂടി അതുണ്ടാകുമെന്ന് കൂടി രമേശ് ചെന്നിത്തല അറിയിക്കുന്നുണ്ട്. ക്യാമറാമാൻ രാജീവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. താങ്ക് യു ഐഷത്തുൽ ഷംന. പാലക്കാട് നിന്നാണ് ലഹരിക്കെതിരെയുള്ള റിപ്പോർട്ട്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന യാത്രയാണ് നമ്മൾ കണ്ടത്. ഓരോ ജില്ല കഴിയും തോറും ഈ യാത്രയ്ക്ക് കൂടുതൽ പ്രസക്തി ലഭിക്കുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.